ഗൈസ്, ഇന്ന് എനിക്ക് 5 ദിവസത്തേക്ക് വേണ്ടി ഒരു ട്രിപ്പിന് പോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. സമയമാണെ പാതിരാത്രിയായി, വിസ്കു വരെ ഉറക്കായി. എനിക്കാണെ വെളുപ്പിന് എണീറ്റ് പോകാൻ വേണമായിരുന്നു. എനിക്ക് തീരെ പാക്കിംഗ് സ്കിൽസും ഇല്ല. ഞാൻ എപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ഓവറായിട്ട് പാക്ക് ചെയ്തു പോകും. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യരുതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഒരു പെട്ടി ലിറ്ററലി പൊടി തട്ടി എടുത്തിട്ട് പാക്ക് ചെയ്യാനിരുന്നെങ്കിലും ഡ്രസ്സ് മടക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ല എന്ന്. ഇങ്ങനെ പാക്ക് ചെയ്താൽ കുറേ സ്ഥലം ലാഭിക്കാമെന്ന് ഒരു ഫ്രണ്ട് പറയുന്ന കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ. അങ്ങനെ കുഞ്ഞിരാമായണത്തിൽ ബിജു മേനൻ ഓലം വന്നു, കാളം വന്നു, ചോറ് വന്നു എന്നൊക്കെ പറയണ പോലെ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. പുറത്തിടാനും വീട്ടിലിടാനായിട്ടൊക്കെ 5 സെറ്റ് ഡ്രസ്സ് എടുത്തു വെച്ചു. പിന്നെ അത് കൂടാതെ എങ്ങാനും വല്ല മഴയത്ത് നനഞ്ഞാലോ പീരീഡ്സ് ആയി ഡ്രസ്സ് കൊളായാലോ എന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് 2-3 സെറ്റ് ഡ്രസ്സ് എക്സ്ട്രായും എടുത്തു വെച്ചു. കൂടാതെ സാറ്റിൻ പില്ലോ കവറും കുറെ ടവലും തോർത്തും ഒക്കെ കൂടെ വെച്ചു. അപ്പോഴേ പെട്ടി ഗർഭിണിയായ പോലെ ആയി. പിന്നെ ഡ്രസ് സെക്ഷൻ അടച്ചു വെച്ചു. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ എടുത്തു വെച്ചു. ഇനി ഇത് പോരാണ്ട് വന്നാലോ എന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് കുറച്ച് പാൻറ്റി ലൈനേഴ്സും കൂടെ പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെയാണ് പാക്ക് ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും മേക്കപ്പ് സാധനങ്ങളും ബാക്കി സ്കിൻ കെയർ ഐറ്റംസും ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചു. പാക്ക് ചെയ്യാൻ എടുത്ത സമയത്തിൽ കൂടുതൽ ഇതിൽ ഏതൊക്കെ സംഭവം എടുത്തു വെക്കണം എന്ന് ആലോചിച്ചിട്ടാണ് ടൈം പോയത്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനവും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ ലാപ്ടോപ്പ് കൂടെ പാക്ക് ചെയ്ത് അടച്ചു വെക്കാൻ നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. അടയാഞ്ഞത് പോരാഞ്ഞ് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് തെറിച്ചു പോയി. പിന്നെ ഞാൻ വേഗം തന്നെ വേറൊരു ബാഗ് എടുത്തിട്ട് ഈ സാധനങ്ങൾ കുറച്ചൊക്കെ മാറ്റി അതിലോട്ടാക്കാൻ നോക്കി. പക്ഷെ ഡ്രസ്സ് വെച്ചപ്പോഴേക്കും അത് ഫില്ലായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു ബോധവും ഇല്ലാണ്ടിരിക്കായിരുന്നു. അതും കുളമായ സ്ഥിതിക്ക് 3ാമത്തെ ബാഗും എടുത്തു. ഒന്നീ പഴച്ചാ 3 എന്തൊക്കെ വന്നാലും ഇതിൽ കൊള്ളിച്ചിട്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടാണ് പാക്ക് ചെയ്യാനിരുന്നത്. പിന്നെ ഞാനൊരു റോബോട്ടിനെ പോലെ ആയിരുന്നു. കണ്ണി കണ്ടതൊക്കെ പെറുക്കി അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത് ബാഗിലോട്ട് വെച്ചു. അങ്ങനെ പാക്കിംഗ് ഒക്കെ തീർത്ത് ഇനി ഉറങ്ങാൻ പോവല്ലോ എന്ന് വെച്ചൊന്ന് സന്തോഷിച്ച് വന്ന് ടൈം നോക്കിയപ്പോഴാണ് ഓൾറെഡി നേരം വെളുത്തു. പിന്നെ വേറെ വഴിയില്ലാഞ്ഞോണ്ടൊരു 100 അലാം വെച്ചിട്ട് 15 മിനിറ്റ് കിടന്നുറങ്ങി. എന്നിട്ട് നേരെ എണീറ്റ് പോയി കുളിച്ച് റെഡിയായി ഉറക്കം തൂങ്ങി സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി.